السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله والصحابة الطيبين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ومن ورائهم برزخ إلى يوم يبعثون. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം സന്തോഷപൂർവം റബ്ബിനെ കാണാൻ എന്ന വിഷയത്തിന്റെ മൂന്നാമത്തെ ഭാഗത്താണ് നമ്മളുള്ളത്. ജീവിതത്തിന്റെ ലക്ഷ്യവും മരണത്തിന് മുമ്പ് തയ്യാറാകണം എന്ന വിഷയവും അപ്രതീക്ഷിതമായി മരണം കടന്നുവരുന്ന രീതിയുമൊക്കെ കഴിഞ്ഞ ക്ലാസുകളിലായി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. മരണം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. ജീവിതം നമ്മൾ ആസ്വദിക്കുന്നത് പോലെ മരണത്തെയും നാം ഓരോരുത്തരും ആസ്വദിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് 2-3 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരു ദേഹവും മരണത്തിന്റെ രുചി അറിയും, മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന കാര്യം. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിലെ 185-ാമത്തെ വചനത്തിലും 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 35-ാമത്തെ ആയത്തിലും ഖുർആനിന്റെ സൂറത്തുൽ അൻകബൂത്തിലെ 57-ാമത്തെ ആയത്തിലുമൊക്കെ ഇതേ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. മരണവേളയിൽ ഓരോ മനുഷ്യനും മരണവേദന അനുഭവിക്കേണ്ടി വരും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാകില്ല. ആ വേദന സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് സൂചനകൾ നൽകുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു ഖാഫ് 19-ാമത്തെ ആയത്തിൽ മരണം മുഖാമുഖം കാണുന്ന സമയത്ത് നമ്മിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജാഅത് സക്രത്തുൽ മൗത്ത്. മരണം അതിന്റെ വെപ്രാളം കൊണ്ട് നിങ്ങളെ അടുത്തെത്തും. ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഏതൊന്നിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അന്ന് മരണസമയത്ത് മനുഷ്യനോട് പറയുമത്രേ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇതിനെ തൊട്ട്
നീ അശ്രദ്ധയിലായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇങ്ങനെ ഒരു മരണം ഉണ്ടെന്ന് നിനക്കറിയുമെങ്കിലും ആ മരണം വരുന്നതിനെപ്പറ്റി, അനുഭവിക്കുന്നതിനെപ്പറ്റി, ആസ്വദിക്കുന്നതിനെപ്പറ്റി നീ അശ്രദ്ധയിലായിരുന്നു. ഇന്ന് നിന്റെ കൺമുന്നിലുള്ള മൂടി, അടപ്പ് ഞാൻ മാറ്റുകയാണ്. ഇന്ന് നിന്റെ കണ്ണിന് കാഴ്ച കൂടുകയാണ്, മൂർച്ച കൂടുകയാണ്. പ്രസ്തുത ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അന്നുവരെ കാണാത്ത ചില കാഴ്ചകൾ കാണാവുന്ന വിധത്തിൽ അവന്റെ കണ്ണിന്റെ മുന്നിലുള്ള മൂടി അള്ളാഹു മാറ്റുകയും അതുവരെ കാണാത്ത, മറ്റാർക്കും കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ ആ മരണപ്പെടുന്ന വ്യക്തി മാത്രം കാണുകയും ചെയ്യും. അവന്റെ മുന്നിൽ മലക്കുൽ മൗത്ത് വന്നു നിൽക്കുന്നതും കൂടെയുള്ള മലക്കുകളെയും നേരിൽ കാണുന്ന രംഗമാണ് അത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത്, ഇന്നൽ മൗത ഫസഉൻ, മരണം അത് ഭീതിജനകമാണ് എന്നാണ്. ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, ഏറ്റവും ലളിതമായ മരണത്തിന് വിധേയനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണരംഗം പോലും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാനത്ത് തഖൂലു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ബൈന യദൈഹി റിക്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു കൂജയുണ്ടായിരുന്നു. ആ കൂജയിൽ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് അവിടുന്ന് കൈ പ്രവേശിപ്പിക്കുകയും തന്റെ നെറ്റിയിൽ ആ വെള്ളം കൊണ്ട് തണുപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്, ആയിഷ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, മരണത്തിന് വേദനയുണ്ട് ആയിഷ എന്ന് പുണ്യപ്രവാചകൻ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുകയാണ്. ഫിർറഫീഖിൽ അഅ്ലാ, ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണേ എന്ന് ആ മരണവേദന അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മരണത്തിന്റെ വേദനയിൽ നിന്ന് ആർക്കും രക്ഷയില്ലെങ്കിലും മരണവെപ്രാളത്തിൽ നിന്ന്, മരണം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന്, ബേജാറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്ലാം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അഇന്നി അലാ ഗമറാത്തിൽ മൗത്ത്, അല്ലാഹുവേ, മരണം കൊണ്ടുണ്ടാകുന്ന വെപ്രാളത്തിൽ നിന്ന്, ബേജാറിൽ നിന്ന്, വേദനയുടെ ആധിക്യത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, മരണം രണ്ട് രൂപത്തിലാണ്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവർക്ക്, കൃത്യമായി നിസ്കരിക്കുന്നവർക്ക്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക്, ഭാര്യയോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവർക്ക്, ഭർത്താവിനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തവർക്ക് സന്തോഷകരമായ ഒരു മരണമായിരിക്കും. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ചും ശിർക്കിലും ബിദ്അത്തിലും കുഫറിലും ഖുറാഫാത്തിലും മുഴുകി ജീവിക്കുകയും ചെയ്തവർക്ക് പ്രയാസം നിറഞ്ഞ മരണമായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരിക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സത്യവിശ്വാസിയുടെ മരണത്തെക്കുറിച്ച് സൂറത്തുൻ നഹ്ലിന്റെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീന തതവഫാഹുമുൽ മലായിക ത്വയ്യിബീൻ, നല്ല മനുഷ്യരുടെ ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾ ദൗത്യം നിർവഹിക്കുന്ന സമയത്ത് യഖൂലൂൻ, ആ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലാണ് പ്രവേശിക്കാനുള്ളത്, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്കാ വരാനുള്ളത്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവനെ സമാധാനിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. മരണവേളയിൽ മലക്കുകൾ, മലക്കുൽ മൗത്തിന്റെ കൂടെ വേറെയും മലക്കുകൾ വിശ്വാസിയുടെ അരികിലേക്ക് കടന്നുവരും. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വാക്കുകൾ അവനെ കേൾപ്പിക്കും. ഖുർആൻ പറയുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന,
ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദിഹി വദ്ഖുലി ജന്നതി. അല്ലാഹു ആ സന്തോഷ വാർത്ത കേട്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു പറയാണ്, നല്ല ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ അവിടെ വെച്ച് പറയുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ ശാന്തമടഞ്ഞ ആത്മാവിന്റെ ഉടമേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, തൃപ്തികരമായ രീതിയിൽ സന്തോഷകരമായ അവസ്ഥയിൽ നിന്റെ റബ്ബിലേക്ക് കടന്നു വരിക. ഫദ്ഖുലി ഫീ ഇബാദിഹി, എന്റെ അടിമകളോടൊപ്പം പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയും എന്നാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ തലയോട് ചേർന്നിരുന്ന് മറ്റു മലക്കുകൾ ചുറ്റും ഇരുന്ന് നമ്മുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ വാചകം കേൾക്കാൻ മാത്രം എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അതിനു പറ്റിയ വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? അതിനു പറ്റിയ കർമ്മങ്ങളാണോ നമ്മുടെ കർമ്മങ്ങൾ? അതിനു പറ്റിയ സ്വഭാവമാണോ നമ്മുടെ സ്വഭാവം? അതിനു പറ്റിയ രീതിയിലാണോ ഭാര്യയോടും മക്കളോടും പെരുമാറിയത്? അതിനു പറ്റിയ രൂപത്തിലാണോ നമ്മുടെ കച്ചവടം മുന്നോട്ട് പോകുന്നത്? അതിനു പറ്റുന്ന രൂപത്തിലാണോ നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ ദാമ്പത്യ ജീവിതം? ഗൗരവമായ വിചാരണക്ക് നാം നമ്മെ തന്നെ വിധേയമാക്കേണ്ടതുണ്ട്. അല്ലാഹു പറയണേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. സഹോദരങ്ങളെ, ഇതൊക്കെ പച്ചയായി നാളെ നടക്കാനുള്ള രംഗാണ്. അല്ലാഹു പറയണേ, ഇന്നല്ലദീന ഖാലൂ, തീർച്ചയായും പറഞ്ഞ ആളുകൾ, റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്, ഒരു പടപ്പുമല്ല ഞങ്ങളെ രക്ഷിക്കുന്നത്, ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത റബ്ബ് മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്. സുമ്മസ്തഖാമൂ, ആ വിശ്വാസത്തോടൊപ്പം അതിനനുസരിച്ച് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്തവരില്ലേ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവര് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, വരാനിരിക്കുന്നതോർത്ത് പേടിക്കണ്ട, കഴിഞ്ഞുപോയതോർത്ത് ദുഃഖിക്കണ്ട. ഇതുവരെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അതൊന്നോർത്ത് നിങ്ങൾക്ക് ദുഃഖിക്കല്ല, നഷ്ടം ആലോചിക്കണ്ട. വലാ തഖാഫൂ, നിങ്ങൾ ഇനി എന്താണ് വരുന്നത്, അല്ലാ തഖാഫൂ, ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുക ഓർത്ത് പേടിക്കുകയും വേണ്ട. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമില്ലേ, ആ സ്വർഗം ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും എന്നാണ്. അല്ലാഹു പറയാണ്, മലക്കുകൾ പറയും എത്രേ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിനോട് വിട പറയുന്ന ഈ സമയത്തും നാളെ പാരത്രിക ലോകത്തും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും, നിങ്ങളെ സമാധാനിപ്പിക്കാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ, റബ്ബിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ ഞങ്ങളുണ്ടാകും എന്ന് മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ടാണ് നല്ല ആത്മാവിന്റെ വേർപാടുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-31 ആയത്തുകളിലായി നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ, ഒരു വിശ്വാസിയായ അടിമ, ഇദാ കാന ഫീ ഖിതാഇൻ മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് വേർപ്പെടുന്ന രംഗം വന്നാൽ, വഇഖ്ബാലിൻ മിനൽ ആഖിറ, പരലോകത്തേക്ക് ചെന്നു ചേരുന്ന അവസ്ഥയെത്തിയാൽ, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്തു നിന്ന് അവന്റെ അരികിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. സഹോദരങ്ങളെ, കൂടെ കിടക്കുന്ന ഭാര്യ അറിയാതെ, വാതിലുകൾ തുറന്നു കൊടുക്കാതെ, ഭദ്രമായി നാം പൂട്ടിയിട്ട വാതിലുകളെ ഭേദിച്ച് മലക്കുകൾ ആകാശ ലോകത്തു നിന്ന് ഇറങ്ങി വരും. പക്ഷേ മുഅ്മിനായ മനുഷ്യനായതുകൊണ്ട് തന്നെ ബിയുൽ വുജൂഹ്, കണ്ടാൽ തന്നെ സന്തോഷം തോന്നുന്ന സുന്ദര മുഖമുള്ള തൂവെള്ള മുഖത്തിന്റെ ഉടമകളായ മലക്കുകളാണ്. കഅന്ന വുജൂഹുഹുമുശ് ശംസ്, സൂര്യനെ പോലെ പ്രകാശപൂരിതമായ മലക്കുകളാണ് ഇറങ്ങി വരിക. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുമായി, സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യവുമായി അവർ കടന്നു വരും.
അവന് കണ്ണെത്തുന്ന ദൂരത്ത് ആ മലക്കുകൾ വന്നിരിക്കും. പിന്നീട് മലക്കുൽ മൗത്തും ഇറങ്ങി വരും. മലക്കുൽ മൗത്ത് അവന്റെ തലയോട് ചേർന്നിരിക്കും. എന്നിട്ട് പറയും, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഏ നല്ല ആത്മാവിന്റെ ഉടമേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാൻ, അള്ളാഹു ഒരുക്കി വെച്ച പാപമോചനത്തിലേക്ക്, അവന്റെ തൃപ്തിയിലേക്ക് നീ കടന്നു വരിക. റസൂലുള്ളാഹി പറയുകയാണ്, ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫിസ്ഖാഹ് ഫയഖുദുഹാ. ഒരു കൂജയിൽ നിന്ന് മറ്റൊരു കൂജയിലേക്ക് വെള്ളമൊഴുക്കുന്നത് പോലെ മൃദുലമായ രൂപത്തിൽ മാർദ്ദവമായി ആ ആത്മാവിനെ അവരങ്ങ് കൊണ്ടുപോകും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്നാൽ ചീത്ത ആത്മാവിന്റെ വേർപാടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആൻ പറയാണ്, മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവരുടെ മുഖത്തും പിൻവശത്തും അടിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകും, ഉപദ്രവിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകും. ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. വലൗ തറാ, നീ കണ്ടിരുന്നെങ്കിൽ, ഇദ് യതവഫല്ലദീന കഫറു അൽ മലായിക, കാഫിറുകളായ അവിശ്വാസികളായ അഖീദ പിഴച്ച ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന മലക്കുകളില്ലേ, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും അവരുടെ മുതുകുകളിലും ആ മലക്കുകൾ അടിക്കുകയാണ്. വദൂഖൂ അദാബൽ ഹരീഖ്, ആളിക്കത്തുന്ന ജ്വലിക്കുന്ന നരകാഗ്നി നിങ്ങൾക്കുണ്ട് എന്ന് സന്തോഷ വാർത്ത എന്ന വാർത്ത അറിയിക്കുകയുമാണ്. 6-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗബറാത്തിൽ മൗത്ത്, അക്രമികളായ തിന്മകളിൽ മുഴുകിയ വൃത്തികേടുകൾ കണ്ട തോന്നിയതുപോലെ ജീവിച്ച തമ്മാടികളായ താന്തോന്നികളായ മനുഷ്യരില്ലേ, അവരുടെ മരണവെപ്രാളത്തിന്റെ രംഗമെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈയങ്ങ് നീട്ടിപ്പിടിക്കും. അഖ്രിജു അൻഫുസകും, നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് പുറത്തേക്കെടുക്കൂ എന്നവർ പറയും. അൽ യൗമ തുജ്സൗന അസാബൽ ഹൂൻ, ഇന്ന് നിന്ദ്യതയുടെ ശിക്ഷ നിങ്ങളെ അനുഭവിപ്പിക്കാൻ പോവുകയാണ്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, സത്യമല്ലാത്തത് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞു നടന്നതുകൊണ്ട്. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അഹങ്കരിച്ച് മാറിപ്പോയതുകൊണ്ട് എന്ന് മലക്കുകൾ പറയുമെന്ന് സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നൽ അബ്ദൽ കാഫിർ, കാഫിറായ ഒരു മനുഷ്യനാണെങ്കിൽ, ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ, ദുനിയാവിനോടുള്ള വേർപാടിന്റെ സമയം വന്നാൽ, പാരത്രിക ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള രംഗമെത്തിയാൽ, നസല ഇലൈഹി മിനസ് സമാഇ, ആകാശത്തു നിന്ന് ഇറങ്ങി വരും മലായികത്തുൻ, മലക്കുകൾ, സൂദുൽ വുജൂഹ്, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഭീകരരൂപികളായ കറുത്തുരുണ്ട മുഖമുള്ള മലക്കുകളാണ് അത്തരം ആത്മാവിനെ പിടിക്കാൻ വരുന്നത്. മഅഹുമുൽ മുസൂഹ്, അവരുടെ കൈകളിൽ ബന്ധിക്കാനുള്ള ചെണ്ടുകളുണ്ട്, ചെങ്ങലകളുണ്ട്. ഫയജ്ലിസൂന മിൻഹു മത്തൽ ബസർ, കണ്ണെത്തും ദൂരത്ത് ആ മലക്കുകൾ വന്നിരിക്കുകയാണ്. സുമ്മ യജീഉ മിൻഹു മലക്കുൽ മൗത്ത്, പിന്നീടതാ മലക്കുൽ മൗത്തും ഇറങ്ങി വരികയാണ്. താജ്ലിസു ഇൻദ റഅസിഹി, ഈ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ തലയോട് ചേർന്ന് മലക്കുൽ മൗത്ത് ഇരിക്കുകയാണ്. ഖാല, റസൂലുള്ളാഹി പറയുകയാണ്, ഫതഫറഖു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ആത്മാവ് ഉള്ളിലേക്ക് കയറിപ്പോകും. ഫയൻതസിഉഹാ കമാ യുൻതസഉ സഫൂദു മിനസ് സൂഫിൽ മബ്ലൂൽ, നനഞ്ഞ പഞ്ഞിക്കത്തിൽ നിന്ന് മുള്ളു വലിച്ചെടുക്കുന്നത് പോലെ ശരീരമാസകലം വേദന അനുഭവിക്കുന്ന രൂപത്തിൽ കോർത്തു പോകുമാറ് അവന്റെ ആത്മാവിനെ വലിച്ചൂരുകയാണ്. മലക്കുകൾ അടിക്കുകയാണ്, അവർ ഇരുമ്പ് ദണ്ടുകൊണ്ട് ഇടിക്കുകയാണ്. ആത്മാവ് വലിഞ്ഞു കയറുമ്പോ അവനെ വലിച്ചൂരുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ആ രംഗത്ത്, ആ സമയത്ത് അവരിങ്ങനെ പറഞ്ഞു പോകും, എന്താണ് ഇനി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് അവർ വിലപിച്ചു പോകും എന്നാണ്. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്,
തദുന്നു അൻ യുഫ്അല ബിഹാ ഫഖിറ എല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹു الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അല്ലാഹു പറയാ മരണരംഗം ഏർപ്പെട്ടു പോവുകയാണെന്ന് ഉറപ്പാകുന്ന സമയത്ത് എല്ലാ ഇദാ ബലഗത്തി തറാഖിയ അവന്റെ തൊണ്ടക്കുഴിയിൽ ആത്മാവ് ഇങ്ങനെ വന്നു നിൽക്കുമ്പോ വഖീൽ അവൻ പറയും മൻ റാഖ് ആരാണൊന്ന് മന്ത്രിച്ചു തരിക, ആരാണ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കുക, ആരാണ് എനിക്കൊന്ന് ആശ്വാസം നൽകുക എന്നവൻ വിളിച്ചു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ചില മരണങ്ങളൊക്കെ അത് പുറത്തേക്ക് ഇങ്ങനെ ശബ്ദമായി വരും, പക്ഷെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകൂല ഇവൻ ആരോടാണ് ഈ പറയുന്നത് എന്ന്. നിങ്ങൾ എന്തിനാ വന്നത്, എന്തിനാ എന്നെ അടിക്കണത്, ആരാ നിങ്ങള് എന്ന് ഈ മരിക്കാൻ പോകുന്ന മനുഷ്യൻ ഇങ്ങനെ പറയാ. പക്ഷേ അത് മരിക്കാൻ പോകുന്ന മനുഷ്യൻ മാത്രമേ കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ. അവൻ ഇങ്ങനെ വിലപിച്ചു പറയുകയാണ്, വദന്ന അന്നഹുൽ ഫിറാഖ് രക്ഷയില്ല, വേർപെട്ടു പോവുകയാണ്, ആരും ഇനി മന്ത്രിച്ചു തരികയില്ല എന്നവൻ ഉറപ്പാകുന്ന സമയമാണ്. കണങ്കാലും കണങ്കാലും കൂട്ടിപ്പിരിക്കുന്ന രംഗം വരികയാണ്. ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ് തന്റെ റബ്ബിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമെന്ന് മനസ്സിലാകുന്നൊരു രംഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 25 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുന്ന സമയത്ത് അവന്റെ കാലിൽ നിന്നാണ് ആത്മാവിനെ പിടിക്കുക എന്നാണ്. മരണവും അതുപോലെ തന്നെ ഉറക്കവും ഒരേ ചില സാദൃശ്യങ്ങളുണ്ട് എന്നും അത് ഉറക്കം ഒരു ചെറിയ മരണമാണ് എന്നും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചില വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ആത്മാവിനെ മരിക്കുന്ന സമയത്ത് പിടിക്കുമ്പോ കാലിൽ നിന്നാണ് തുടങ്ങുക. അവന്റെ കാല് തളർന്ന്, അവന്റെ അര തളർന്ന്, അവന്റെ നെഞ്ചുഭാഗത്ത് വന്ന്, അവന്റെ തൊണ്ടയിൽ അത് കുടുങ്ങിക്കിടന്ന്, അവന്റെ കണ്ണിലൂടെ നെറ്റിയിലൂടെ അത് പോകുമ്പോ അവൻ മുകളിലേക്ക് ഇങ്ങനെ നോക്കും. അതുകൊണ്ട് ഒരാൾക്കും നിന്നുകൊണ്ട് മരിക്കാനാവില്ല. എന്തേ കാരണം? അവന്റെ കാല് തളരുന്നതോടുകൂടി അവനങ്ങനെ വീഴാൻ തുടങ്ങും. സഹോദരങ്ങളെ, എന്നാൽ ഉറക്കം നിന്നുകൊണ്ട് തന്നെ കഴിയും. കാരണം അവന്റെ തലയിൽ നിന്നാണ് ആത്മാവ് പോകുന്നത്. ആദ്യം തലയിൽ നിന്ന്, പിന്നീട് കഴുത്തിലേക്ക്, പിന്നെ അരഭാഗത്തേക്ക്, പിന്നെ കാലിലൂടെ, അങ്ങനെയാണ് ആത്മാവിനെ പിടിക്കുക എന്നാണ്. ഇങ്ങനെ അവന്റെ ആത്മാവിനെ തൊണ്ടക്കുഴിയിൽ നിന്ന് കണ്ണിടങ്ങളിലേക്ക്, നെറ്റിടത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ നോക്കുമെന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ എന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് പ്രവാചകൻ അങ്ങോട്ട് കയറി വന്നു. വഖദ് ശഖ്ക ബസറുഹു ഫഅഗ്മലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഭർത്താവ് മരിച്ച സമയത്ത് കണ്ണ് തുറന്നു കിടക്കുകയായിരുന്നു. പ്രവാചകൻ അത് ഊട്ടിക്കൊടുത്തു, ഊട്ടിവെച്ചു. സുമ്മ ഖാൽ എന്നിട്ട് പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഉൽ ബസർ ഒരാൾ മരിക്കുന്ന സമയത്ത് ആത്മാവ് പോകുമ്പോൾ ആത്മാവിന്റെ പിന്നാലെ കണ്ണൊന്ന് തുറന്നു നോക്കിപ്പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നന്മകൾ നഷ്ടപ്പെടുത്തിയ, അവസരങ്ങൾ പാഴാക്കിയ ആളുകൾ വിലപിക്കുമെന്നാണ് ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹു പറയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അയ്യഅതി അഹദകുമുൽ മൗത്ത് ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഇതൊക്കെ ഇന്ന് നിഷേധിക്കുന്ന ആളെ നാളെ ഇങ്ങനെ വിലപിക്കുന്ന രംഗം വരും. സഹോദരങ്ങളെ, അല്ലാഹു പറയാണ് ഖുർആനിലൂടെ, അവൻ വിളിച്ചു പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു അല്പ സമയത്തേക്ക്, ഒരു അടുത്ത നിമിഷത്തേക്ക് എന്റെ മരണം ഒന്ന് നീട്ടിത്തരൂ അല്ലാഹ്. ഭാര്യനെ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല, പറയാൻ അവസരം കിട്ടിയിട്ടില്ല, ഒന്ന് നീട്ടിത്തരുവോ? എനിക്ക് അവരെ കണ്ട് പൂതി തീർക്കാനല്ല, ദാനം ചെയ്യാനാണ്. നല്ലൊരാളായി ജീവിക്കാനാ, ഒന്ന് നീട്ടിത്തരുവോ അല്ലാഹ് എന്നവൻ പറഞ്ഞു പോകും. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അവധി എത്തിയ പിന്നെ ആർക്കും അല്ലാഹു നീട്ടിക്കൊടുക്കുകയില്ല. സഹോദരങ്ങളെ, സൂറത്തുൽ മുഅ്മിനൂനിൽ 99-100 ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അങ്ങനെ അവരിൽ ഒരാളെ മരണമങ്ങ് കണ്ടുമുട്ടുമ്പോ ഖാല അവൻ പറയും, റബ്ബിർജിഊൻ റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് മടക്കി തരണേ, ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് മടക്കി വിടണേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു,
ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത, ഞാൻ ഉപേക്ഷ വരുത്തിയ, നഷ്ടപ്പെടുത്തിയ അമലുകളൊക്കെ ചെയ്തു വരാം അല്ലാഹ്. അല്ലാഹ് പറയാ കല്ലാ ഇന്നഹാ കലിമ, അതൊരു വെറും വാക്കാണ്. ഹുവ ഖായിലുഹാ, അതവൻ പറഞ്ഞുകൊള്ളട്ടെ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ഇനി അവർക്ക് ചെന്ന് ചേരാനുള്ളത് ഖബർ ജീവിതത്തിലാണ്, ബർസഖ് ജീവിതത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗമാണ് ഇന്ന് നമുക്ക് ഊന്നി പറയാനുള്ളത്. മരിക്കുന്നതോടുകൂടി, കണ്ണടക്കുന്നതോടുകൂടി രൂപം മാറുകയാണ്, അവസ്ഥ മാറുകയാണ്. ഇനി ആർക്കും നമ്മെ വേണ്ട, എത്രയും പെട്ടെന്ന് ഖബറടക്കണമെന്ന ചിന്തയാണ്. ഈ ശരീരത്തിന് ഇനി വിലയില്ല, നിലയും വിലയുമില്ല, ആർക്കും വേണ്ട. തന്നെ ഏറെ സ്നേഹിച്ച പ്രിയതമക്ക് 2 ദിവസം അധികം വെക്കൂ എന്ന് പറയാനാകില്ല. എന്റെ ബാപ്പയെ എനിക്ക് കണ്ടു പൂതി തീർന്നിട്ടില്ല, ഒരാഴ്ച കൂടി മയ്യത്ത് ഇവിടെ വെക്കാം എന്ന് പറയുക സാധ്യമല്ല. പറഞ്ഞാൽ തന്നെയും ദുർഗന്ധം വമിച്ചുകൊണ്ട് മൂക്ക് പൊത്തിയിട്ടല്ലാതെ ഉപ്പയെ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ശരീരം ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുമെങ്കിൽ സഹോദരങ്ങളെ, അവിടെ മറ്റൊരു ജീവിതം ആരംഭിക്കുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി അവർക്ക് മറ്റൊരു മറ വന്നു വീഴുകയാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള ഒരു മറ വീഴാൻ പോകുകയാണ് എന്നർത്ഥം. അവർ ആ മറക്കപ്പുറത്ത് മറ്റൊരു ലോകത്ത് ജീവിക്കുന്നു, നമ്മൾ ആ മറക്കിപ്പുറത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് സഹോദരങ്ങളെ നമുക്കൊരിക്കലും പറയുക സാധ്യമല്ല. എന്താണ് ഖബർ, എന്താണ് ബർസഖ്? 6 അടി മണ്ണ്, ഒരു കുഴി, അങ്ങനെയല്ല ബർസഖിനെ നാം മനസ്സിലാക്കേണ്ടത്. മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെയുള്ള കാലയളവിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ആരൊക്കെ മരിച്ചോ അവരെല്ലാം ഖബറിലാണ്, ആരൊക്കെ മരിച്ചോ അവരെല്ലാം ഇപ്പോൾ ഖബറിലാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, സുമ്മ അമാതഹു ഫഅഖ്ബറ, ആരൊക്കെ ഞാൻ മരിപ്പിച്ചുവോ അവനെ ഞാൻ ഖബറിലാക്കി. അല്ലാഹ് പറയാ ഖുർആനിന്റെ സൂറത്തു അബസയിൽ 21-ാമത്തെ ആയത്തിൽ, സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നീട് അവരെ നാം മരിപ്പിക്കുന്നു, അങ്ങനെ നാം അവനെ ഖബറിലാക്കുന്നു. ഇപ്പൊ മരിച്ചവരൊക്കെ ഖബറിലാണ് എന്നർത്ഥം. സുഹൃത്തുക്കളെ, ആ ഖബറിന്റെ പ്രത്യേകത, അതോടുകൂടി ആത്മാവ് ഈ ദേഹത്തിൽ നിന്ന്, ദേഹിയിൽ നിന്ന്, ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടതോടുകൂടി, ദേഹവും ദേഹിയും രണ്ടായതോടുകൂടി പിന്നെ ഇനി അമലുകൾക്ക് പ്രസക്തിയില്ല, ഇനി അമലുകൾക്ക് അവസരമില്ല, അമലുകളെല്ലാം മുറിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ, മനുഷ്യനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ എല്ലാം മുറിഞ്ഞുപോയി. ഇനി ഒരു സുബ്ഹാനല്ലാഹ് അധികം പറയാനാകൂല, ഇനി ഒരു അൽഹംദുലില്ലാ അധികം പറയാൻ കഴിയില്ല. കാരണം എല്ലാം നിലച്ചു പോയിരിക്കുന്നു, 3 കാര്യങ്ങൾ ഒഴികെ. ഏതൊക്കെയാണത്? സദഖത്തുൻ ജാരിയ. റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയത്തിൻ, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ ഒഴികെ. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ് ഒഴികെ. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം ഒഴികെ. സുഹൃത്തുക്കളെ, ഇത് 3 ഉണ്ടോ, മരിച്ചാലും മരിക്കാത്തവനെ പോലെ സന്തോഷിക്കാൻ പറ്റും. മരിച്ചാലും മരണത്തിന് മുമ്പുള്ളതിലേറെ സന്തോഷകരമായ ജീവിതത്തിലായിരിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സദഖത്തുൻ ജാരിയ വേണം, നിലനിൽക്കുന്ന ദാനധർമ്മം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവർക്ക് നമ്മളാൽ കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മരിച്ചാലും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന നമ്മുടെ നല്ല മക്കൾ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദമായി 7 കാര്യങ്ങളാക്കി, ഈ 3നെ 7 കാര്യമാക്കി പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, 7 കാര്യങ്ങളുണ്ട്. യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി, അവൻ മരിച്ച ശേഷം ഖബറിലേക്ക് അവന്റെ പ്രതിഫലം ഒഴുക്കിക്കൊണ്ടുപോകുന്ന 7 കർമ്മങ്ങളുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, 1 മൻ അല്ലമ ഇൽമാ, അറിവ് പകർന്നു കൊടുത്തവൻ, ദീൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തവൻ, അവന് മരിച്ചാലും ഖബറിലേക്ക് പ്രതിഫലം ഒഴുകിയെത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറഞ്ഞു, ഔ ഖറാ നഹ്റാ, വെള്ളത്തിനുള്ള സൗകര്യം, പുഴ, കനാൽ ഒരുക്കി കൊടുത്തവന്. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, ഔ ഹഫറ ബിഖറ, കിണർ കുഴിച്ചു കൊടുത്തവന്.
നാലാമതായി അവിടുന്ന് പറഞ്ഞു ഔ ഗറസ നഖ്ല, മരം നട്ടുപിടിപ്പിച്ചവന്. അഞ്ചാമതായി അവിടുന്ന് പറഞ്ഞു ഔ ബന മസ്ജിദ, പള്ളി നിർമ്മിച്ചു കൊടുത്തവന്. ആറാമതായി അവിടുന്ന് പറഞ്ഞു ഔ വറസ മുസ്ഹഫ, മുസ്ഹഫിന്റെ കോപ്പി എടുത്തു കൊടുത്തവന്. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, മരണശേഷം പാപമോചനം തേടുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന മകനെ വിട്ടേച്ചു പോയവന് എന്ന് 7 കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചില ആളുകളെങ്കിലും അവരുടെ യുക്തി ഉപയോഗിച്ച് ചോദിക്കും, മുസ്ഹഫ് കോപ്പിയെടുത്തു കൊടുക്കാന്ന് റസൂലുള്ളാഹി പറയോ, അന്ന് മുസ്ഹഫ് ഉണ്ടോ? സുഹൃത്തുക്കളെ, മുസ്ഹഫ് ഉണ്ടാകുന്ന ലോകത്ത്, മുസ്ഹഫ് ഉണ്ടാകുന്ന കാലത്ത് ഈ ഹദീസ് പറയുമെന്ന് അള്ളാഹുവിനറിയും. അള്ളാഹു കൊടുക്കുന്ന വഹിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 7 കാര്യങ്ങൾ അവന്റെ അമലുകൾക്ക് പ്രതിഫലമായി ഖബറിലേക്ക് ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, മയ്യത്തിനെ പിന്തുടരുന്നത് ആരൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, മയ്യത്തിന്റെ പിന്നാലെ 3 കാര്യങ്ങൾ ഉണ്ടാകും. ഫയർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദ് വയബ്ഖാ മഅഹു വാഹിദ്, 2 മടങ്ങും, 1 അവന്റെ കൂടെ നിൽക്കും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ കർമ്മവും അവന്റെ കൂടെ പോകും. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബം തിരിച്ചു പോരുകയാണ്, അവന്റെ സമ്പത്ത് തിരിച്ചു പോരുകയാണ്. വയബ്ഖാ അമലുഹു, അവന്റെ കർമ്മം മാത്രം ബാക്കിയാവുകയാണ്. ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ദാറു തൻസീലിൽ വെച്ച് നടക്കുന്ന സന്തോഷപൂർവ്വം റബ്ബിനെ കാണാൻ എന്ന പ്രോഗ്രാമിന്റെ 3ാമത്തെ പഠന പരമ്പരയുടെ 3ാമത്തെ ക്ലാസ്സിലെ ഖബർ ജീവിതം ചർച്ച ചെയ്യുമ്പോ ആ ഖബറിലേക്ക് വിഭവമൊരുക്കാൻ സഹോദരങ്ങളെ മാനസികമായും ശാരീരികമായും നമ്മൾ ഒരുങ്ങണം. ആ ഖബറിലേക്ക് ഒരു വിഭവമായി ഈ ഇരുത്തത്തെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പുതിയ ഖബറിനരികിലൂടെ നടന്നുപോയി. നനഞ്ഞ മണ്ണുള്ള പുതിയ ഖബറിനരികിലൂടെ പ്രവാചകൻ പോയപ്പോൾ അപ്പുറത്തേക്ക് അവിടുന്ന് മാറിയിരുന്നു. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രവാചകന്റെ കണ്ണുനീര് മണലിലേക്ക് ഉതിർന്നു വീണു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, റകഅതാനി ഖഫീഫതാനി ബിമാ തഹ്കിറൂന വതൻഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയതി ദുനിയാകും. നിങ്ങൾ നിസാരമായി ചെയ്യുന്ന, വേഗത്തിൽ നിർവഹിക്കുന്ന ഒരു ചെറിയ ലഘുവായ 2 റക്അത്ത് നമസ്കാരമില്ലേ, അത് ഒന്നും കൂടി അധികരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ആഗ്രഹിച്ചു പോകുന്നത്. എന്തിനാ സഹോദരങ്ങളെ, ഖബറിൽ കിടക്കുന്ന ഒരാൾ അങ്ങനെ ആഗ്രഹിക്കുമെന്ന് ഖബറിലേക്ക് എത്താത്ത നമ്മളോട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു 2 റക്അത്തും വെറുതെയാക്കണ്ടെന്ന് പഠിപ്പിക്കാനാണ്. ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളിയില്ലേ, മരിച്ചുപോയ വ്യക്തിയില്ലേ, അയാൾക്ക് ഇപ്പൊ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു 2 റക്അത്തും കൂടിയും അധികം നിസ്കരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിക്കുന്നതിനേക്കാളും ഖൈറായി അയാൾ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജിനാസ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മയ്യത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുത്തു. ഫജലസ അലാ ശഫീരിൽ ഖബർ, ഖബറിന്റെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയിരുന്നു. ഫബകാ, റസൂലുള്ളാഹി കരഞ്ഞു. ഹത്താ ബല്ലസ്തറ, പ്രവാചകന്റെ കണ്ണുനീര് ഉച്ചി വീണ് അവിടുത്തെ മണൽ പോലും നനഞ്ഞു കുതിർന്നു. സുമ്മ ഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, യാ ഇഖ്വാനി, പൊന്നു സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദു, ഇങ്ങനത്തെ ഒരു ദിവസം നമുക്കും വരൂലേ, ഒരുങ്ങിക്കോളി. ഇങ്ങനത്തെ ഒരു ദിവസം ഈ ഖബറിൽ പോയി കിടക്കുന്ന ഒരു രംഗം എനിക്കും നിങ്ങൾക്കുമില്ലേ, ഫഅഇദു, അന്നത്തേക്ക് വേണ്ടി ഒരുങ്ങിക്കോളൂ എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, വഹ്യനുസരിച്ച് മാത്രം മതകാര്യങ്ങൾ ഇടപെട്ട് സംസാരിച്ച മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഹദീസിൽ നമുക്ക് കാണാം, അങ്ങനെ ഒരു വ്യക്തി മരിക്കുന്നതോടുകൂടി അവന്റെ ഭൗതിക ശരീരം ഇവിടെയും അവന്റെ ആത്മാവ് റബ്ബിലേക്കും കയറിപ്പോവുകയാണ്. ദീർഘമായ ഹദീസിൽ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ദീർഘമായ ഒരു ഹദീസിൽ, ഞാൻ ഹദീസ് മുഴുവനായും വിശദമായി പറയുന്നില്ല, നമുക്കറിയാം ആ മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മലക്കുകൾ കൊണ്ടുവന്ന
നല്ല ആത്മാവാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫം പുടവയിൽ അത് വെക്കുകയും അവർ കൊണ്ടുവന്ന സുഗന്ധം പൂശുകയും അതുമായി ഉടനടി ആ ആത്മാവുമായി ആകാശ ലോകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യും. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ ആവശ്യപ്പെടും. ആരാണെന്ന് ചോദിക്കും. അവന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള പേരുകൊണ്ട് അഭിസംബോധന ചെയ്യപ്പെടും. സ്വർഗ കവാടങ്ങൾ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും. അവന് ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് റബ്ബിങ്കിലേക്ക് അത് യാത്ര പോകും. എന്നാൽ അവൻ ചീത്താത്മാവിന്റെ ഉടമയാണെങ്കിൽ പ്രയാസകരമായ അവസ്ഥയിലേക്കായിരിക്കും അവൻ റബ്ബിലേക്ക് എത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, പിന്നീട് ആ ഒരു മയ്യത്തിലേക്ക്, അവന്റെ ശരീരത്തിലേക്ക് അവന്റെ ആത്മാവിനെ തിരിച്ചു കൊടുക്കുമെന്നും അവൻ ഖബറിൽ രക്ഷാശിക്ഷകൾ അനുഭവിക്കുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി കർമ്മങ്ങളില്ല, ഇനി ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചുള്ള രക്ഷാശിക്ഷകളാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകളില്ലേ ഖൗലു സാബിത്ത്, അവരെ ആ ഖബർ ശിക്ഷയിൽ ചോദ്യത്തിന് ഉത്തരം പറയാവുന്ന വിധത്തിൽ ഖബറിൽ വെച്ച് അല്ലാഹു സ്ഥൈര്യം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഖബർ, അതേക്കുറിച്ച് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ എന്ന് പാടിയത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു നോക്കൂ നിങ്ങൾ. നാം എന്തെല്ലാം സൗകര്യത്തിലാണ് ഇന്ന് കിടന്നുറങ്ങുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ഒരു ദിവസം വെറുതെ ഒന്ന് അല്പം ഇരുട്ടുള്ള, ഒന്ന് ഇളകാനും അറിയാനും പറ്റാത്ത, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത ഒരു ചെറിയ സ്ഥലത്ത് ഒരു ദിവസം ഒന്ന് കിടന്നുറങ്ങണം എന്ന് ഈ ജീവനുള്ള സമയത്ത് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? എന്നാൽ ആ ലോകത്ത് അതാ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത ബർസഖിൽ അവനെ കൊണ്ടുപോയി വെക്കുകയാണ്. ആ കൂരിരുട്ടുള്ള ആ കുഴിയിൽ അവനെ കൊണ്ടുപോയി വെക്കുകയാണ്. പക്ഷേ ആ കൂരിരുട്ടിനെ ഭേദിക്കാൻ, അമലുകൊണ്ട് പ്രകാശപൂരിതമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, മയ്യത്ത് സംസ്കരണ മുറകൾ പെട്ടെന്ന് ചെയ്യാനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത്. എന്തേ കാരണം? എല്ലാ നിലക്കും അത് മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യമാണെങ്കിലും സമയമെടുത്തല്ല കുളിപ്പിക്കേണ്ടത്, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വേഗത്തിൽ നടന്നു പോകണമെന്നാണ്. ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഖബറടക്കാനുള്ള സമയം തീരുമാനിക്കുകയും ആളുകളെ മാക്സിമം അറിയിക്കുകയും പരമാവധി ആളുകൾ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യണം, വേഗത്തിലാക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അവയെല്ലാം വേഗം നിർവഹിച്ച് അവൻ അവന്റെ ഖബറിലേക്ക് എത്തും. റസൂലുള്ളാഹി പറയാണ്, മാ റഅയ്തു മൻസറൻ ഖത്ത് ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട കാഴ്ചകളിൽ ഖബറിലെ കാഴ്ചകളോളം ഭീകരമായ ഒരു കാഴ്ചയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകം കാണിക്കപ്പെട്ടിട്ടുണ്ട്, ഖബർ ശിക്ഷകൾ കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആ റസൂലുള്ളാഹി പറയാണ്, ഞാൻ കണ്ട കാഴ്ചകളിൽ ഇത്ര ഭീകരമായ, പ്രയാസകരമായ, ഭയാനകമായ ഒരു കാഴ്ച വേറെയില്ല എന്നാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുകയായിരുന്നു. ആദ്യം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമാണ് ഖബർ ശിക്ഷയുള്ളത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബായി ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു, ഫദക്കറ ഫിത്നത്തുൽ ഖബർ, ഖബറിൽ ഈ ഉമ്മത്ത് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ അങ്ങനെ വിശദീകരിച്ചു. അല്ലത്തി യസ്തതിനു ഫീഹൽ മർഉ ഫലമ്മാ ദക്കറ ദാലിക ലജ്ജൽ മുസ്ലിമൂന ലജ്ജ. ഇത് കേട്ടപ്പോഴേക്കും ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെല്ലാം കരയാൻ തുടങ്ങി എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇദാ വഖഫ അലാ ഖബ്രിൻ യബ്കി, ഖബറിന്റെ അടുക്കലെത്തിയാൽ അദ്ദേഹം കരയാൻ തുടങ്ങും. ഹത്താ യബുല്ല ലിഹിയതഹു, അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ പോലും നനഞ്ഞു കുതിരുമാറും. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, തദ്കുറുൽ ജന്നത വന്നാർ വലാ തബ്കി, സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞാലും നരകത്തെക്കുറിച്ച് പറഞ്ഞാലൊന്നും ഇങ്ങനെ താങ്കൾ കരയാറില്ലല്ലോ. വതബ്കി മിൻ ഹാദാ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ താങ്കൾ എന്താ ഇങ്ങനെ കരയുന്നത്? ഖാല അദ്ദേഹം പറയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ടാ ഞാൻ കരയുന്നത്. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ,
ഇന്നൽ ഖബറ, ഈ ഖബർ ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള ആദ്യ ഇടമാണ്, ആദ്യ ഭവനമാണ്, ആദ്യ പ്രവേശന സ്ഥലമാണ്. ഫഇന്ന ജാ മിൻഹു, അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ലളിതമാണ്, എളുപ്പമാണ്. വഇല്ലം യൻജു മിൻഹു, ആ ഖബറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി പറയാണ് ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അവിടുന്ന് അങ്ങോട്ട് അതിലേറെ പ്രയാസമായിരിക്കും. ഖബറിന്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാത്തവൻ അവിടുന്ന് അങ്ങോട്ട് അതിലേറെ പ്രയാസത്തിലായിരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ദീർഘമായി പറയേണ്ട വിഷയമാണെന്നറിയാം, എന്നിരുന്നാലും അല്പം ചുരുക്കി വേഗത്തിൽ പറഞ്ഞു പോകാം. ഖബറിലെ ചോദ്യം, ഖബറിലെ ഇടുക്കം, ഖബറിലെ ഞെരുക്കം, ഖബറിലെ അവസ്ഥകൾ സഹിക്കാനാകാത്തതാണ്. ഖബർ എന്നാണ് പറയാ, ഖബർ എന്നല്ല. ബാഇന് ഫതഹല്ല, സുക്കൂനാണ്. ഖബർ, ഖബർ, ഖബർ എന്ന സാധാരണ എല്ലാവരും ഉപയോഗിക്കുക. പറയേണ്ടത് എങ്ങനെയാണ്? ഖബർ എന്നാണ്. ഖാഫാണ്, ബാഇന് സുക്കൂനാണ്. ഖബർ, ഖബർ എന്നാണ് പറയേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുബിറൽ മയ്യിത്തു, ഒരു മയ്യത്ത് ഖബറടക്കപ്പെട്ടാൽ അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാനി യുഖാലു ലിഅഹദിഹിമാ മുൻകർ വൽ ആഖറു നകീർ. മുൻകർ, നകീർ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വരും. ഫയഖൂലാനി ലഹു മാ കുൻത തഖൂലു ഫി ഹഖ്ഖി ഹാദർ റജുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കും. മുഅ്മിനായ മനുഷ്യൻ പറയുന്നത് എന്താ? ഹു അബ്ദുല്ലാഹ് വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോ ഈ മലക്കുകൾ പറയുമത്രേ, ഖദ് കുന്നാ നഅലമു അന്നക തഖൂലു ഹാദാ, ഇതെന്നെ പറയാന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. ഇവിടുന്നൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതാ. സുമ്മ യുഫ്തഹു ഫീ ഖബ്രിഹി 70 ദിറാഅ ഫീ 70 ദിറാഅ, നീളവും വീതിയും 70 മുഴത്തോളം വിശാലമായ അവസ്ഥയിലേക്ക് അവന്റെ ഖബറിനെ മാറ്റും. സുമ്മ യുനവ്വറു ലഹു, അത് മുഴുവൻ പ്രകാശപൂരിതമാവുകയും ചെയ്യും. സുമ്മ യഖൂലു, എന്നിട്ട് അവനോട് പറയും, അവൻ തിരിച്ചു പറയും, അർജിഉ ഇലാ അഹ്ലി ഫഉഖ്ബിറുഹും, ഞാനൊന്ന് പോയിട്ട് എന്റെ വീട്ടുകാരെ, എന്റെ കുടുംബക്കാരെ ഞാൻ ഈ അവസ്ഥയിലാണ് എന്നൊന്ന് അറിയിക്കട്ടെ. ഫയഖൂലാനി, അപ്പൊ അവര് പറയും, നം കനൗമത്തിൽ അറൂസ്, ഒരു പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ സന്തോഷത്തോടെ നീ കിടന്നുറങ്ങിക്കൊള്ളുക. പിന്നീട് അവൻ ഉണരുന്നത് അവന്റെ പാരത്രിക ലോകത്തേക്കുള്ള പുറപ്പാടിന്റെ അന്നായിരിക്കുമെന്ന്, അതുവരെയും ആ സന്തോഷകരമായ പ്രയാസങ്ങളില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കും അവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് ഖബറിൽ വെച്ച് പ്രധാനമായും ചോദിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ ആ 3 കാര്യങ്ങൾ മാത്രം ക്രോഡീകരിച്ച പുസ്തകങ്ങൾ വരെ രചിച്ചു. ഉസൂലുസ് സലാസ എന്ന പുസ്തകത്തിന്റെ പേര്. സലാസത്തുൽ ഉസൂൽ എന്നും അതിന് പേരുണ്ട്, അൽ ഉസൂലുസ് സലാസ എന്നും പേരുണ്ട്. അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ചിട്ടുള്ള 3 അടിസ്ഥാന കാര്യങ്ങൾ എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് റബ്ബ് ആര്, ദീന് ഏത്, പ്രവാചകൻ ആര് എന്നാണ്. ഈ 3 കാര്യം ചോദിക്കുക. മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? നിന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച നിന്റെ രക്ഷിതാവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് അവിടെ ചോദ്യമുണ്ട്. നീ ഉൾക്കൊണ്ട ആദർശം എന്താണ്? നിന്റെ ദീൻ ഏതാണ്? നിന്റെ മതം എന്താണ്? ഖബറിൽ ചോദ്യമുണ്ട്. നിന്നിലേക്ക് അത് പഠിപ്പിക്കാൻ വന്ന പ്രവാചകനാര്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിനക്ക് എന്തറിയാം? അവിടെ ചോദ്യമുണ്ട്. മതത്തെ അറിയുക, അള്ളാഹുവിനെ അറിയുക, പ്രവാചകനെ അറിയുക എന്നാണ് ആ പുസ്തകത്തിൽ ഇതിന്റെ ഉള്ളടക്കം. ആ 3 കാര്യങ്ങളാണ് ചോദിക്കുക. അതാണ് രാവിലെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഓരോ ദിവസവും നേരം പുലരുമ്പോ ഒരടിമയെ കൊണ്ട് പറയാൻ പഠിപ്പിക്കപ്പെട്ട ഈ ദുആഇല്ലേ, ഈ ദിക്റില്ലേ, അത് ഖബറിലെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ എന്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്.
വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ എന്റെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാന്റെ റസൂലായി ഞങ്ങളെ നേതാവായി ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ആ 3 ചോദ്യങ്ങൾക്ക് ഖബറിൽ ഉത്തരം പറയിപ്പിക്കാനാണ് എന്നർത്ഥം. റസൂലുള്ളാഹി പറയാണ്, ഇന്ന ഹാദിഹിൽ ഖുബൂർ, ഈ ഖബറിടങ്ങൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മംലൂഅത്തുൻ ദുൽമത്തും അലാ അഹ്ലിഹാ, അതിലേക്ക് ചെന്നു ചേരുന്ന ആളുകൾക്ക് ഇരുട്ട് പരത്തുന്നവയാണ്, ഇരുട്ട് മൂടിക്കിടക്കുന്ന മുറികളാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രകാശപൂരിതമാക്കി കൊടുക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാരണത്താൽ എന്റെ പ്രാർത്ഥന കൊണ്ട് ചിലരുടെ ഖബറിടം അല്ലാഹു പ്രകാശപൂരിതമാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഖബറിലേക്ക് ചെന്നു ചേരുമ്പോ ആ അവസ്ഥ എന്താണ്, ആ ലോകം എന്താണ്, ആ ബർസഖ് ജീവിതം എന്താണ് എന്ന് അറിയിക്കാൻ ഉതകുന്ന വിധത്തിൽ ഖബർ എല്ലാവരെയും ഒന്ന് ഞെരുക്കി പിടിക്കുമെന്നാണ്. എല്ലാവരെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പോൾ അധികം വിഷമിച്ചില്ല. ചെറിയ കുട്ടിയല്ലേ എന്ന നിലക്ക്, കുട്ടികൾക്ക് സ്വർഗമാണല്ലോ എന്ന നിലക്ക്. പക്ഷേ ആ കുട്ടിയെ ഖബറടക്കി എന്നറിഞ്ഞപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, എന്തുപറ്റി പ്രവാചകരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ ഒരു ഖബറിന്റെ ആദ്യ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ലൗ നജാഹദും മിൻ ലീഖത്തിൻ ഔ ലഗതത്തിൽ ഖബർ, ഖബറിന്റെ ആദ്യ ഞെരുക്കത്തിൽ നിന്ന്, ആദ്യ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, ലനജാഹദ സ്വബിയ്യു, ഈ കുട്ടിയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. കുട്ടികൾക്കും ആ ആദ്യ ഞെരുക്കമുണ്ട്, പിന്നീട് വിശാലത നൽകപ്പെടുകയാണ് ചെയ്യുക. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആരാ സഹോദരങ്ങളെ? 5-6 വർഷം കൊണ്ട് 50-60 വർഷം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു തീർത്ത മഹാനായ ഒരു സ്വഹാബി വര്യൻ. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ മരണകാരണത്താൽ അർശ് പോലും ഇളകി എന്ന്, ദുഃഖമറിയിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ സന്തോഷം കൊണ്ടാണ്, എന്നാൽ നിങ്ങളെ അറിയിക്കുമാറാണ് അതുണ്ടായത് എന്ന് അവിടുന്ന് പറഞ്ഞു. നസല മൗതി സഅദ് ഇബ്നു മുആദ് 70,000 മലക്ക്, 70,000 മലക്കുകളുടെ സാന്നിധ്യം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് സംസ്കരണ മുറകളിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ ഒന്നും മുമ്പുണ്ടായിട്ടില്ല എന്നും അവിടുന്ന് അറിയിച്ചു. ഇന്നമാ കാനത് തഹ്മിലുഹുൽ മലായിക, മലക്കുകളാണ് ജനങ്ങൾ ചുമന്നു കൊണ്ടുപോയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് മലക്കുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംസ്കരണ മുറകൾ. ഹാദർ റജുലു സ്വാലിഹു അല്ലദീ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട മരണമാണ് സഅദിന്റെ മരണമെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മരണം. ആ മരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഖബറിലേക്ക് വെച്ച സമയത്ത് അവിടുന്ന് കരഞ്ഞു. കാരണം ചോദിച്ചു. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ആ ദഖത്തത്തുൽ ഖബറിൽ നിന്ന്, ഖബറിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ സഅദെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആ ഞെരുക്കം സഅദിനുമുണ്ടായി, പിന്നീട് വിശാലത നൽകപ്പെടുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കളെ, നാം നമ്മളോട് ചോദിക്കുക, ആ ആദ്യ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിലും പിന്നെ വിശാലത നൽകപ്പെടാൻ മാത്രം എന്ത് കോപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്? എന്ത് അമലുകളാണ് നമ്മുടെ കൈകളിലുള്ളത്? സ്വയം വിചാരണക്ക് തയ്യാറാവുകയും ധാരാളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ സുഹൃത്തുക്കളെ നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യണം. ഖബർ എന്ന് പറയുന്നത് ഒരു പരീക്ഷണാലയമാണ്. ആദ്യകാലത്ത് ഈ സമുദായം ഖബറിൽ വെച്ച് പരീക്ഷിക്കപ്പെടുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നും, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി അത് നൽകപ്പെടുകയായിരുന്നു എന്നും ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്.
വിശ്വാസിക്ക് പോലും ഖബറിൽ ചില പരീക്ഷണങ്ങൾ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം വിജയിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകപ്പെടുന്ന കാര്യമായിട്ടാണ് സൂറത്തുൽ മുൽക്കിന്റെ പാരായണത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹിയൽ മാനിഅ, അത് ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുന്ന സൂറത്താണ് എന്ന് പ്രവാചകാധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഉള്ള മരണം ഖബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുള്ള മരണമാണ് എന്ന് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഖബറിൽ പോയി കിടക്കുന്ന ആൾക്ക് അപ്പോ തന്നെ, ശരിക്കും പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് തന്നെ അറിയും അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന്. കാരണം പിടിക്കാൻ വരുന്ന മലക്കിന്റെ രൂപം നോക്കിയാൽ മതി. ഇനിയോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അറിയും. മയ്യത്ത് കൊണ്ടുപോകുമ്പോ നല്ല ആത്മാവിന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്നതും വിലപിക്കുന്നതും പറയുന്നത് എന്താണ്? ഖദ്ദിമൂനി ഖദ്ദിമൂനി, ഒന്ന് വേഗം കൊണ്ടുപോകണേ, ഒന്ന് വേഗം കൊണ്ടുപോകണേ എന്ന് വിളിച്ചു പറയുകയാണ്. എന്നാൽ നല്ലതല്ലാത്തൊരു ആത്മാവിന്റെ മയ്യത്താണ് ആ കൊണ്ടുപോകുന്നത് എങ്കിൽ അവിടെ വിളിച്ചു പറയുന്നത് എന്താണ്? ഐന യദ്ഹബൂന ബിഹ, എവിടേക്കാണ് ഇവരെന്നെ കൊണ്ടുപോകുന്നത്? നാശമേ, എന്റെ നഷ്ടമേ, എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യമായിരിക്കും ഉണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹദക്കും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശീർ, നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും അവന്റെ ഇരിപ്പിടം പ്രദർശിപ്പിക്കപ്പെടും. ഇൻകാന മിൻ നഹ്ലിൽ ജന്ന ഫമിൻ നഹ്ലിൽ ജന്ന, സ്വർഗ്ഗമാണ് കാണിക്കപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗാവകാശിയായിരിക്കും. വഇൻ കാന മിൻ നഹ്ലിൻ നാർ ഫമിൻ നഹ്ലിൻ നാർ, നരകത്തിലെ ഇരിപ്പിടമാണ് അവന് കാണിക്കപ്പെടുന്നതെങ്കിൽ അവൻ നരകാവകാശിയായിരിക്കും. ഫയുഖാലു, എന്നിട്ട് അവനോട് പറയപ്പെടും, ഹാദാ മഖഅദുക ഹാദാ മഖഅദുക, ഇതാണ് നിന്റെ സ്ഥാനം, നിനക്ക് ചെന്ന് ചേരാനുള്ള സ്ഥലം. യബ്അസകല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരുന്നതുവരെ ഓരോ ദിവസവും നേരം പുലരുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗം കണ്ട് ഖബറിൽ സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി ഖബർ ശിക്ഷയുടെ കാരണങ്ങളും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകളും വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് മറ്റൊരിക്കൽ അത് ചർച്ച ചെയ്യലായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, നമുക്കൊക്കെ അടുത്തൊരു സെക്കൻഡിൽ പ്രതീക്ഷിക്കാനുള്ളത് അത്തരത്തിലുള്ള ഒരു ഭവനമാണ്. ആ ഖബറിടത്തിൽ സന്തോഷത്തോടെ കഴിയാനുള്ള വിഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു തരണം റഹ്മാനെ. മരണാനന്തരമുള്ള ജീവിതത്തിൽ സന്തോഷിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണം യാ അല്ലാഹ്. അതിനാവശ്യമായ വിശ്വാസവും കർമ്മവും ചെയ്യാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.